കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ഇപ്പോൾ ശ്രീകോവിൽ നട തുറന്നു. അതാ നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ കത്തിജ്വലിക്കുന്നു. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി എല്ലാ ഭക്തന്മാരെയും കാണുവാനും അനുഗ്രഹിക്കാനുമായിട്ട് കാത്തിരിക്കുകയാണ്. കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിക്കുറി അണിയിച്ചു, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ച്, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പെണ്ണിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുകയാണ്. സ്വർണ്ണക്കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ തൂമന്ദഹാസത്തോടുകൂടി കാത്തിരിക്കുന്നു എല്ലാ ഭക്തന്മാരെയും കാണാൻ വേണ്ടിയിട്ടാണ്. നട തുറന്ന സമയത്ത് ക്ഷേത്രത്തിനകത്തുള്ള ഭക്തരങ്ങളെല്ലാവരും നാരായണ നാമമന്ത്രം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി വരുന്നു. ആ സോപാനപ്പടിയിൽ ഒരു നിമിഷം നിന്ന് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു. കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ദിവ്യ കൈശോര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ഒരു നിമിഷം കണ്ണടയ്ക്കൂ. കണ്ണടച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി വാഴ്ത്തി ആ കണ്ണനുമായി കുറച്ച് നേരം കുശലം പറഞ്ഞ് ആ കണ്ണനൊന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ഉറക്കെ നാമം ചൊല്ലിക്കോളൂ, ഒരു സങ്കോചവും വേണ്ട. കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ചെല്ലുക. നാരായണ 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 നാരായണ. നമ്മൾ നാമം ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു പാദം വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ 10 പാദങ്ങൾ നമ്മുടെ അടുത്തേക്ക് വയ്ക്കും. ആ കണ്ണൻ അത്രയും വലിയ ഭക്തവത്സലനാണ്. ആ കണ്ണൻ നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണൻ്റെ ഒരു സ്നേഹത്തലോടൽ നമുക്കുണ്ടാവും. ആദ്യം കണ്ണനെ കിട്ടുവാൻ നമുക്കൊരു പ്രയാസമുണ്ടാവും. പക്ഷേ ആ കണ്ണനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും നോക്കണ്ട. ആ കണ്ണൻ്റെ ഓർമ്മകൾ വെച്ച് നമുക്ക് ആനന്ദത്തോടുകൂടി ബാക്കിയുള്ള എല്ലാ കാലവും ജീവിക്കുവാൻ പറ്റും. എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും തരും. ആ കണ്ണൻ്റെ തലോടൽ എപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നതാണ്. നാരായണ നാരായണ ഉറക്കെ ജപിച്ചോളൂ കേട്ടോ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. നാമത്രയ മന്ത്രം ജപിച്ചോളൂ. ഉത്കൃഷ്ടമായ മന്ത്രമാണ്. ഈ കലികാലത്ത് ജപിക്കുവാനായി ഋഷീശ്വരന്മാർ നമുക്ക് തലമുറകൾ കൈമാറി തന്ന മന്ത്രമാണ്. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സുഖ സൗകര്യങ്ങളും അസുഖങ്ങളൊന്നുമില്ലാതെ ഇരിക്കും. ആയുരാരോഗ്യ സൗഖ്യവും സൽസന്താനങ്ങൾക്ക് ശ്രേയസ്കരവും ഒക്കെ ആവും. ഇതിലും ഉത്തമമായൊരു മന്ത്രം വേറെ ഉണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നും. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ഉറക്കെ ജപിച്ചോളൂ കേട്ടോ. എപ്പോഴും ചെല്ലാം, ഏത് സമയത്തും ചെല്ലാം, ആർക്കും ചെല്ലാം. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.